സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ഞായറാഴ്ച മാർച്ച് മാസം 8-ാം തീയതി ആഗോളതലത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിച്ചു. സ്ത്രീകളുടെ അന്തസ്സിനെ സംബന്ധിച്ച്, തുല്യനീതിയെപ്പറ്റി ഒക്കെ ലോകം ചർച്ച ചെയ്ത ദിവസമായിരുന്നു. നമുക്ക് നൽകപ്പെട്ട സുവിശേഷമാകട്ടെ, സ്ത്രീയെ മോഹിക്കപ്പെടേണ്ട ഒരു വസ്തുവായിട്ട് കരുതാതെ ആദരിക്കപ്പെട്ട് സ്നേഹിക്കപ്പെട്ട് കൂടെ നിർത്തപ്പെടേണ്ട ഒരു വ്യക്തിയായിട്ട് കരുതണം എന്നുള്ള സന്ദേശം നൽകുന്ന സുവിശേഷമായിരുന്നു. ഇന്നാകട്ടെ, ആ സ്നേഹിക്കപ്പെടേണ്ട വ്യക്തിയായിട്ട് കരുതപ്പെടേണ്ട അവൾക്ക് നൽകേണ്ട സ്നേഹത്തിലുണ്ടാകാവുന്ന വ്യതിചലനത്തെ പറ്റിയിട്ടാണ് ഈശോ പറയുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്നേഹം പുറത്തേക്കൊഴുകിയപ്പോഴാണ്. ആ സ്നേഹത്തിൽ, ദൈവത്തിൻ്റെ സത്ത തന്നെയായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് ദൈവം ഒരിറ്റ് നൽകിയപ്പോൾ ഇവിടെ ഭൂമിയിൽ മനുഷ്യനുണ്ടായി. എന്നാൽ ആ മനുഷ്യൻ്റെ വലിയ പ്രധാനപ്പെട്ട പ്രശ്നം, അവനെ അറിഞ്ഞ് അവനെപ്പോലെയുള്ള ശരീരവും മാംസവുമുള്ള, അവനെപ്പോലെ വികാരവും വിചാരങ്ങളുമുള്ള ഒരാൾ അവനെ സ്നേഹിക്കാനില്ല എന്നുള്ളതായിരുന്നു. ദൈവസ്നേഹം മാത്രം പോരായിരുന്നു മജ്ജയും മാംസവുമുള്ള സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന്. അതിനു വേണ്ടിയിട്ട് സ്നേഹത്തിൻ്റെ തന്നെ ഉറവിടമായിട്ടുള്ള ഹൃദയത്തെ പൊതിയുന്ന അസ്ഥികളിൽ ഒന്നെടുത്തിട്ടാണ് അവനെ അറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയെ ദൈവം സൃഷ്ടിക്കുന്നത്. ആ സ്ത്രീയുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ പക്ഷേ ദൈവം കൊടുത്ത ആ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, ആ സ്നേഹമാണ് ആദ്യമായിട്ട് വ്യഭിചരിക്കപ്പെടുന്നത്. ആ സ്നേഹം വ്യഭിചരിക്കപ്പെട്ടപ്പോഴാണ് അവരുടെ ഇടയിൽ പരസ്പരമുണ്ടാകേണ്ട സ്നേഹത്തിൻ്റെ അളവിന് മാറ്റം വരുന്നത്, സംശയങ്ങളുണ്ടാവുന്നത്. സ്നേഹം വ്യഭിചരിക്കപ്പെടുന്നതാണ് ഏറ്റവും വലിയ പാപം. എല്ലാ പാപങ്ങളും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ സ്നേഹം വ്യഭിചരിക്കപ്പെട്ട ഒരു സ്ത്രീ, അവൾ മാത്രമല്ല, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ മാത്രമല്ല, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട അനേകം പുരുഷന്മാരും കൂടെയാണ് യേശുവിൻ്റെ അടുക്കലെത്തുന്നത്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട അനേകം പുരുഷന്മാരും അവർ യേശുവിൻ്റെ അടുക്കൽ വരുന്നത് എന്തിനാ? യേശുവിനെ വാക്കിൽ കൊടുക്കണം, എങ്ങനെയെങ്കിലും യേശുവിനെ വെട്ടിലാക്കണമെന്നുള്ള ഒരു ചിന്തയിൽ. എങ്ങനെ വെട്ടിലാക്കാൻ പറ്റും? അവനൊരു അധികാരി ആയിരുന്നില്ലല്ലോ. ഒരു കാര്യത്തെ പറ്റിയിട്ടും, പ്രത്യേകിച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി വിധി കൽപ്പിക്കാനായിട്ട് അവനൊരു പുരോഹിതനോ നീപഞ്ജനോ ഭരിസേയനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മതപരമായിട്ടോ അല്ലാതെയോ ഉള്ള അധികാരം കൈയാളുന്ന ആളായിരുന്നില്ല യേശു. പക്ഷേ യേശു എപ്പോഴും സ്നേഹത്തെ സംബന്ധിച്ച് സംസാരിച്ചു, യേശു കരുണയെ സംബന്ധിച്ച് സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീയുടെ കാര്യത്തിൽ അവരെന്ത് തീരുമാനമെടുത്താലും യേശു കുഴപ്പത്തിലാവും. മോശയുടെ നിയമത്തിൽ, അതായത് ലേവായരുടെ നിയമത്തിൽ പറയുന്നുണ്ട്, വ്യഭിചാരം ഏറ്റവും വലിയ തിന്മകളിലൊന്നായിട്ട് എണ്ണപ്പെടണം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണം. അങ്ങനെ കൽപ്പിക്കപ്പെടാനുള്ള കാരണം എന്താണ്? അവർ പാളയങ്ങളിലായിരിക്കുന്ന സമയത്താണല്ലോ നിയമം നൽകപ്പെടുന്നത്. 2 ലക്ഷത്തോളം ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നു. അവിടെ ഒരാൾ പാപത്തിന് കാരണമായി തീർന്നാൽ, ഒരു സ്ത്രീക്ക് വ്യഭിചാര സ്വഭാവമുണ്ടായിക്കഴിഞ്ഞാൽ നശിക്കുന്നത് ആ ഒരാൾ മാത്രമല്ല, പിന്നെയോ അനേകം കുടുംബങ്ങൾ നശിക്കും, അനേകം പുരുഷന്മാർ നശിക്കും, ആ നാട് തന്നെ നശിക്കും. അങ്ങനെയാണ് പാപം പെരുകുന്നത്. ഒരു നന്മയുണ്ടായിക്കഴിഞ്ഞാൽ സ്ത്രീ ആ ലോകത്തിൻ്റെ, ആ നാടിൻ്റെ മുഴുവനും അമ്മയായിട്ട് മാറും. പരിശുദ്ധ കന്യകാമറിയം നന്മ നിറഞ്ഞവളായപ്പോൾ ലോകത്തിൻ്റെ മുഴുവനും, പ്രപഞ്ചത്തിൻ്റെ മുഴുവനും അമ്മയായിട്ട് മാറി. ഹവ്വായാകട്ടെ പാപം നിറഞ്ഞപ്പോൾ അവൾ ലോകത്തിലെ മുഴുവൻ പാപങ്ങളുടെയും അമ്മയായിട്ട് മാറി. ഒരു മദർ തെരേസ ഒരു നാടിൻ്റെ മുഴുവനും അമ്മയായിട്ട് മാറുന്നുണ്ട് സ്നേഹം നിറഞ്ഞപ്പോൾ. എന്നാൽ സ്നേഹമില്ലാതെ തിന്മ നിറഞ്ഞ ഒരുപാട് സ്ത്രീകൾ നാട് നശിപ്പിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പാപം, ഇങ്ങനെ വ്യഭിചാരത്തിൻ്റെ പാപം വർദ്ധിച്ച് അവർ മുഴുവനും, ഇസ്രായേൽ പാളയങ്ങൾ മുഴുവൻ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണമെന്നുള്ള ഒരു കൽപ്പന അവിടെ ഉണ്ടാവുന്നത്. അവിടെ പക്ഷേ പുരുഷാധിപത്യ സംസ്കാരമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ
ആ നിയമത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ചൊന്നും തന്നെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്കറിയാം. ഇവിടെ ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് യേശു കൽപ്പിച്ചാൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇതുവരെയും അവൻ സംസാരിച്ചതായിട്ടുള്ള സ്നേഹത്തിൻ്റെ കൽപ്പന അവിടെ അവഗണിക്കപ്പെടുകയാണ്. രണ്ടാമത്, ഒരാളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ, ഏതെങ്കിലും തരത്തിൽ കൊലപാതകത്തിന് വിധിക്കാൻ വേണ്ടി വധശിക്ഷ വിധിക്കാൻ റോമാക്കാർക്കല്ലാതെ അവകാശം ഉണ്ടായിരുന്നില്ല. അവർ ആ കാലങ്ങളിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വധശിക്ഷ വിധിക്കണമെങ്കിൽ റോമാക്കാർക്കേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഇവനിങ്ങനെ നിയമത്തിൻ്റെ ചുവട് പിടിച്ച് അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വിധിച്ചാൽ റോമ നിയമത്തിനെതിരാകുമെന്ന് മാത്രമല്ല, അത്രയും കാലവും അവൻ പഠിപ്പിച്ച കരുണയുടെ സുവിശേഷത്തിനും എതിരാകും. ഇനി അതല്ല, അവളെ വെറുതെ വിടുകയാണ് എങ്കിൽ അവിടെ അവന് മോശയുടെ നിയമം ലംഘിക്കുന്നവനായിട്ട് മാറും. സൻഹദ്രീൻ സംഘത്തിൽ അവന് വേണ്ടിയിട്ട് ശിക്ഷ വിധിക്കാൻ ഈ ഒരൊറ്റ കാരണം മതിയാകുമായിരുന്നു. മാത്രവുമല്ല, അവനിനി നിസ്സംഗമായിട്ടുള്ളൊരു നിലപാടാണ് എടുക്കുന്നതെങ്കിലോ മനുഷ്യൻ്റെ കാര്യത്തിൽ താല്പര്യമില്ലാത്ത, നിയമത്തിൻ്റെ കാര്യത്തിൽ താല്പര്യമില്ലാത്ത ഒരുവനായിട്ട് അവരെ മാറ്റുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് അവളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത്. യേശു ആകട്ടെ വളരെ ആർജവത്വത്തോടുകൂടെ, അസാധാരണമായിട്ടുള്ള മെയ്വഴക്കത്തോടുകൂടെ അവിടെ പെരുമാറുകയാണ്. യേശു അവരോട് പറയുകയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. രണ്ടാമത്തെ കല്ലാർക്കും അറിയാം, പക്ഷെ ആദ്യം കല്ലെറിയുന്നു. അതായത് ഒരാളെങ്കിലും നിങ്ങളുടെ ഇടയിൽ പാപമില്ലാത്തവരുണ്ടാകണം. പാപമില്ലാത്തവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും കല്ലുകൾ നിലത്തിട്ടിട്ട് അവരെല്ലാവരും പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഈശോ ആരൊക്കെയാണ് പോകുന്നതെന്ന് അവന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി, അതായത് പാപിയുടെ പോലും വ്യക്തിത്വം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാകണം അവൻ നിലത്ത് നോക്കി എഴുതിക്കൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. അവൻ അവിടെ എഴുതി ചേർത്തത് ഒരു പക്ഷേ ഒരു കരുണയുടെ സുവിശേഷം, കരുണ എന്നുള്ള വാക്കായിരിക്കും, സ്നേഹം എന്നുള്ള വാക്കായിരിക്കും അവൻ എഴുതിക്കൊണ്ടിരുന്നത്. മുഖമുയർത്തി നോക്കിയപ്പോൾ അവൾ മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്ക് അവളെ കണ്ടു കിട്ടുന്ന യേശു. അവിടെ കല്ലെറിയാൻ അവകാശമുണ്ടായിരുന്ന ഒരേ യേശുവും കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാനായിട്ട് വിധിക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സ്ത്രീയും മാത്രം അവശേഷിക്കുന്ന അസാധാരണമായിട്ടുള്ള ഒരു കാഴ്ച. ഇങ്ങനത്തെ കാഴ്ചകൾ നമ്മൾ സുവിശേഷത്തിലൊക്കെ കാണുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയം യൗസേപ്പ് പിതാവിൻ്റെ മുൻപിൽ നിന്നത് ഇങ്ങനത്തെ ഒരു കാഴ്ചയാകാം. അവൾ നിറവയറോടുകൂടിയാണ് യൗസേപ്പ് പിതാവിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. പക്ഷേ യൗസേപ്പ് കാണിച്ച ഒരു കരുണ ആ സമയത്ത് യേശു മറിയത്തിൻ്റെ ഉദരത്തിലുണ്ടായിരുന്നെന്ന് നമുക്കറിയാം. സമരിയാക്കാരി സ്ത്രീയെ യേശു കണ്ടുമുട്ടുന്നത് ഒറ്റയ്ക്കാണ്. അവളുടെ ജീവിതത്തെ മുഴുവനും യേശു വീണ്ടും വായിക്കാനായിട്ട് നിർബന്ധിക്കുകയാണ്. അവിടെ വെച്ച് അവൾ യേശുവിൻ്റെ സ്നേഹമറിഞ്ഞിട്ട് അവൻ്റെ ഒരു പ്രചാരകയായി സമരിയായിലേക്ക് പോകുന്നതൊക്കെ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ആകട്ടെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് നിൽക്കുന്ന ആ സ്ത്രീ, അവളെ സ്നേഹത്തിൻ്റെ ഒരു തരത്തിലുള്ള നിഷേധിക്കലാണ്, അതിൻ്റെ വ്യഭിചാരമാണ് യഥാർത്ഥത്തിലുള്ള വ്യഭിചാരമെന്ന് അവൾക്കറിയാം. പക്ഷേ യേശു ചെയ്യുന്നത് സ്നേഹത്തിൽ നിന്ന് അവളെ പിടിച്ചു മാറ്റുകയല്ല. അതാണ് പഴയ നിയമത്തിലെ കൽഭരണ ഫലകങ്ങളിൽ എഴുതിയ നിയമവും പുതിയ നിയമത്തിലെ ഹൃദയ ഫലകങ്ങളിൽ എഴുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. പഴയ നിയമത്തിലെ കൽഫലകങ്ങളിൽ എഴുതിയ നിയമം കഠിനമായിട്ടുള്ള കൽഫലകങ്ങൾ വെച്ച് മനുഷ്യനെ കൊല്ലുന്ന തരത്തിൽ, അടിച്ചു കൊല്ലുന്ന തരത്തിലുള്ള കഠിനമേറിയ നിയമങ്ങളായിരുന്നു. മാറ്റാൻ സാധിക്കുമായിരുന്നില്ല. അതെഴുതപ്പെട്ട കൽഫലകങ്ങളുടെ ഉറപ്പ് തന്നെ, കാഠിന്യം തന്നെ നിയമത്തിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയും യേശു വന്നപ്പോൾ ഹൃദയഫലകങ്ങളിൽ ആ നിയമം എഴുതിയിട്ട് പറഞ്ഞു, ഇതാണ് നിയമത്തിൻ്റെ പൂർത്തീകരണം. കൽഫലകങ്ങളിൽ നിന്ന് ഹൃദയവാതിലുകളിലേക്ക്, ഹൃദയഭിത്തികളിലേക്ക് മാറ്റി എഴുതപ്പെടുക എന്നുള്ളതാണ്. ഹൃദയഭിത്തികളിൽ എഴുതപ്പെടുന്ന നിയമത്തിന് വേരുകളുണ്ടാവും. ആ വേരുകളാകട്ടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് സ്നേഹത്തെ വലിച്ചെടുക്കുന്നതിന് തരത്തിൽ അതങ്ങനെ ആഴ്ന്നിറങ്ങും. അങ്ങനെ ഹൃദയഫലകങ്ങളിൽ എഴുതിയ നിയമം വെച്ചിട്ടാണ് യേശു ചോദിക്കുന്നത്, നിന്നെ ആരും വിധിച്ചില്ലേ? ഞാനും നിന്നെ വിധിക്കുന്നില്ല. നീ സമാധാനത്തിൽ പോയിക്കൊള്ളുക. അവളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ ആ സ്നേഹത്തിൻ്റെ നിയമം അതൊരു വലിയ വൃക്ഷമായിട്ട് മാറുകയാണ്. ഈ വൃക്ഷമായിട്ട് മാറുന്ന സ്നേഹത്തിൻ്റെ തണലിലാണ് ഇപ്പോഴവൾ. ആ സ്നേഹം രൂപം പ്രാപിച്ചതാണ്, ആ സ്നേഹത്തിൻ്റെ പ്രതിരൂപമാണ്, സ്നേഹം അവതാരം ചെയ്തതാണ് ഇവിടെ നിൽക്കുന്ന മനുഷ്യനായിട്ടുള്ള യേശു. അവൾ തിരിച്ചറിയുകയാണ്. അതിൻ്റെ ആ സ്നേഹത്തണലിലായിരുന്ന
യേശുവിൽ നിന്ന് അവൾ അകന്നു പോയെങ്കിലും ഒരിക്കലും യേശുവിനെ ഹൃദയത്തിൽ നിന്ന് അവൾ പറിച്ചു മാറ്റുന്നില്ല. പ്രിയമുള്ളവരെ, ഇതാണ് നോമ്പുകാലം. ഈ സ്നേഹത്തണലിലായിരിക്കേണ്ട കാലം. സ്നേഹത്തണലിലായിരുന്നിട്ട് നമ്മൾ നമ്മളെപ്പറ്റി തന്നെ പുനർചിന്തിക്കേണ്ടതായിട്ടുള്ള, നമ്മുടെ തന്നെ ഉള്ളിലേക്ക് നോക്കേണ്ടതായിട്ടുള്ള കാലം. ഈ നോമ്പുകാലത്ത് ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് സ്നേഹത്തിൻ്റെ തണലിൽ നിൽക്കുന്ന ഒരു വിശുദ്ധിയുടെ പരിവേഷത്തിലാണ് ഇപ്പോഴും. പിന്നീട് അവൾ ഒരിക്കലും പാപം ചെയ്തിട്ടുണ്ടാകില്ല. പിന്നീട് അവളെപ്പോഴും കണ്ണുനീർ പാർത്തിട്ടുണ്ട്. ഇത് തൻ്റെ പാപത്തെ ഓർത്തിട്ടല്ല, യേശുവിൻ്റെ കരുണയെ ഓർത്തിട്ട്, ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്തിട്ടായിരിക്കണം പിന്നീട് അവളുടെ ജീവിതം മുഴുവനും പാപത്തെ പറ്റിയിട്ട് ചിന്തിക്കാവുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് സ്നേഹം അനുഭവിച്ചു എന്നുള്ളത്. അതിനാൽ തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ സ്നേഹത്തെ പറ്റിയിട്ടാണ് ചിന്തിക്കേണ്ടത്. പാപത്തിനുപരിയായിട്ട് സ്നേഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ പാപത്തിൻ്റെ ലാഞ്ചന പോലും ഉണ്ടാകില്ല. സ്നേഹത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു കരുണയിലേക്ക് വളരാൻ അവൾക്ക് കഴിഞ്ഞത് യേശുവിൻ്റെ സ്നേഹവും കരുണയും അനുഭവിച്ചിട്ട്. നമ്മുടെ ഇടയിലൊക്കെ തെറ്റ് ചെയ്യുന്നവരുണ്ടാവും, പാപിനികളുണ്ടാവും, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവരുണ്ടാവും. അവരൊന്നും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല. പിന്നെയോ സ്നേഹത്തിൻ്റെ തണലിൽ അഭയം ലഭിക്കേണ്ടവരാണ് എന്നുള്ള ഒരു ചിന്തയിലായിരിക്കട്ടെ നമുക്ക് മറ്റുള്ളവരോടുള്ള പെരുമാറ്റം. നമുക്ക് ആക്ഷേപങ്ങളുടെ കല്ലറിയാം, നമുക്ക് ആരോപണങ്ങളുടെ കല്ലറിയാം, നമുക്കങ്ങനെ പലതരത്തിലുള്ള കല്ലുകളും പിടിച്ചുകൊണ്ട് ഈ ലോകത്തിൽ വേണമെങ്കിൽ ജീവിക്കാം. പക്ഷേ ചേർത്ത് നിർത്താനും സ്നേഹത്തിൻ്റെ ഒരു വൃക്ഷമുണ്ടാക്കി ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് സ്നേഹം ആസ്വദിച്ച് ഈ ജീവിതം കടത്തിക്കൊണ്ടു പോകാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് യഥാർത്ഥ മനുഷ്യരായിട്ട് നമ്മൾ മാറുന്നത്. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നോമ്പിൻ്റെ തുടർന്നുള്ള നല്ല ദിവസങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.